അടുത്ത ആളാരാ? സാറേ എന്താണ് എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം ചോദിച്ചാൽ ഇപ്പോ മറവിയാണ് സാറേ, ഭയങ്കര മറവിയാണ്. ഈ അരണന്റെ ബുദ്ധി അറിഞ്ഞ മാതിരി മറക്ക, അതാണ് രോഗം. സകലതും മറക്ക, മറവി രോഗം. മറവി. ഓക്കെ ഓക്കെ, ഒന്നും ഓർമ്മല്ല. ആയിക്കോട്ടെ. പിന്നെ ഇതെന്താ സംഭവം? ഇതിപ്പോ ഒരു ഇച്ചിരി ആട്ടും കാട്ടാണേ. ഇങ്ങോട്ടൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് വരാം, ഭയങ്കര സ്മെല്ലടിക്കണ്ടല്ലോ. ഇത് കുറച്ച് അപ്പുറത്ത് കൊണ്ടുപോയി. ഇതിപ്പോ എന്റെ തുണക്കാരൻ മെയ്തീനുണ്ട്, ഓന് കുറച്ച് പയറ്റും പള്ളി ഉണ്ട്. അപ്പൊ അതിന് ഇടാൻ കുറച്ചിട്ട് വരുമ്പോ ലേശം ആട്ടും കാട്ടം കൊണ്ടേ അറിഞ്ഞോണ്ട് ഞാൻ ഏതായാലും ഈ ബൈക്കാണല്ലോ പോണേ. അപ്പൊ അങ്ങനെ ശരിയാണ്. പക്ഷെ ഇതിനകത്ത് ഇത് കൊണ്ടുവരാൻ പറ്റില്ല, അത് അങ്ങോട്ട് കൊണ്ടുപോയി. ഇത് നല്ലതൊക്കെ തന്നെ, സ്മെല്ലടിക്കണ്ടില്ലേ. അവിടെ കൊണ്ടുവച്ച ആരും കൊണ്ടുപോകുന്നില്ല, അത് കൊണ്ടുവച്ചിട്ട് വരും. പെട്ടെന്ന് സമയമില്ല, വേഗം നോക്ക്. എന്താണ് അല്ല അപ്പൊ ഉണക്ക മുന്തിരി ഇതെന്താ തുണിയൊക്കെ മണക്കുത്താക്കി? ഒരു മര്യാദ ഇത് എവിടുന്ന് വരുന്നത്? അത് മറന്നാണ് സാറേ, മറവി. പിന്നെ പേരെന്താന്ന് പറഞ്ഞ? പേരിപ്പോ ബീരാന് കുറ്റിപ്പിലാക്കല് ബീരാന്. എന്താ ഈ കുറ്റിപ്പിലാക്കല്? കുറ്റിപ്പിലാക്കല് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളാ പെരന്റെ അവിടെ ഒരു പിലാവിന്റെ കുറ്റിയുണ്ട്. അപ്പൊ അതും കൂട്ടി അങ്ങനെ ആൾക്കാര് വിളിച്ചാണ്. ഞാൻ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എന്താ പരിപാടി? എന്താ പണി? എന്താ പണി? കുറച്ച് പൈക്കളും ആടുകളും അങ്ങനെയാണ് ഓയും കൊണ്ട് അങ്ങനെ നടക്കലാണ്. ശരി ശരി. അപ്പൊ വയസ്സെത്ര? വയസ്സിപ്പോ ഒരു മിനിറ്റ്. അതെ, വയസ്സ് പറയും. ഈ ഫോൺ എടുക്കല്ലേ? നിക്ക്, നിങ്ങൾ ബേജാറാകല്ലേ, ഒരു മിനിറ്റ് നിക്ക്. ഹലോ, കുഞ്ഞാളെ, ഇച്ചിപ്പോ ഈ ദുൽഹജ്ജിക്ക് ഇപ്പൊ എത്ര വയസ്സായിരിക്കും? ഇതൊന്ന് കണക്കൂട്ടി പറഞ്ഞ. കമ്മട്ട മതി, ഞാൻ ഡോക്ടറെ എത്താം. ആയിക്കോട്ടെ. 38. ആയിക്കോട്ടെ, 38 വയസ്സ് വയ്ക്കാൻ വിളിച്ചപ്പോ അത് ഓർമ്മല്ല. അത് ശരി. അപ്പൊ ഈ കുഞ്ഞുമാളാരാ? കെട്ടിയോളാണ്. എന്താ ചെയ്യണേ? ഓളിപ്പോ പെറ്റിറക്കാണ്. എത്ര കുട്ടികളുണ്ട്? എത്ര കുട്ടികളുണ്ട് ചോദിച്ചപ്പോ അതിപ്പോ 7ാമത്തെ തോന്നുന്നുണ്ട് ഇപ്പോള് ഇപ്പൊ പെറ്റ്. അത് ശരി. അപ്പൊ ഇതിനൊരു മറവിയില്ല. 7 കുട്ടികളായി, അപ്പൊ അതിനൊന്നും മറവിയില്ല. അതിപ്പോ എന്താ അസുഖം എന്ന് പറഞ്ഞു? അസുഖം എന്താ അസുഖം എന്ന് പറഞ്ഞില്ലേ? മറവി. മറവി. നിങ്ങൾ പെഞ്ചിലാറെ മറക്കാണല്ലോ. അപ്പൊ ഈ മറവി വരാനുള്ള കാരണം എന്താണെന്നറിയോ? അതെ, ഈ തലച്ചോറിന്ന് വരുന്ന ഒരു നരമ്പ് ചുരുണ്ടാണ്. മനസ്സിലായോ? അതാ വലിയ പ്രശ്നം. അതിപ്പോ ഞാൻ തോന്നുന്നു നിങ്ങൾ വല്ല വീഴേ അല്ലെങ്കിൽ എന്തെങ്കിലും അടി കിട്ടിയേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? അടി കിട്ടിയിട്ടുണ്ടോ? അടി അറിഞ്ഞാൽ ഇപ്പൊ അടി പലോടത്തൊന്നും കിട്ടും. പക്ഷെ അതല്ല, ഇത് പെരടിക്ക് അടി കിട്ടിയ പെരടിക്ക് കിട്ടിയ അടിയാണ് ഇത് പ്രശ്നമായിട്ടുള്ളത്. പെരടിക്കാണെങ്കിൽ ഒന്നും നോക്കാല്ല, ആ കുഞ്ഞുമാളിട്ട് താങ്ങണാണ്. ഓള് പത്തിരിക്കോലുകൊണ്ട് പൂസിനാണ്. വൈഫ് അടിക്കോ? പിന്നെ അടിക്കോന്നോ? എന്നാലും ആ അടിയാണ് പ്രശ്നമായിട്ടില്ല കേട്ടോ. തന്നെ. അപ്പൊ ഒരു കാര്യം, ഞാൻ 2-3 ടെസ്റ്റ് തരാം. അപ്പൊ അതില് നിങ്ങള് പിന്നെ ലാബിൽ പോയിട്ട് ഈ ചുരിന്റെ നരമ്പിനെ നിങ്ങള് പൊടിച്ച് നിർത്താനൊന്നും നടക്കൂല, മരുന്ന് കഴിക്കണം. അങ്ങനെയാ? അതിന് ആദ്യം അത് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ലാബിൽ കൊണ്ടുപോയിട്ട് നിങ്ങള് ടെസ്റ്റ് ഒക്കെ എടുക്കാണ്ട്. അപ്പൊ അതൊക്കെ ടെസ്റ്റിന് കുറച്ച് പൈസ വരും. പൈസ ഉണ്ടാവില്ലേ? അതുകൊണ്ടൊന്നും തികയില്ല. എന്തായാലും നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് തന്നെ ചെയ്യണം. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു മൂത്രം ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഈ മൂത്രം ടെസ്റ്റ് ചെയ്യുമ്പോ രാവിലത്തെ വെറും വയറ്റില് മൂത്രമായിരിക്കണം. ഒന്നും കഴിക്കുന്നതിന്റെ മുന്നത്തെ മൂത്രം കിട്ടും നമുക്ക് കേട്ടോ. അപ്പൊ അതും ടെസ്റ്റ് ചെയ്തിട്ട് നാളെ വരും. ഞാനിപ്പോ ഒരു ടാബ്ലറ്റ് തരാം, അതും കഴിക്കണേ. ശരി, ഓക്കെ. ഇത് അവിടെ കൊടുത്താൽ ശരി ശരി. ഞാൻ പോയി. ആയിക്കോട്ടെ. ഓരോരോ അസുഖങ്ങള്, മറവി എവിടുന്ന് വരുന്നപ്പോ. അടുത്ത ആളാരാ? എന്താ പേരെന്താ? പേര് മൂസ. എവിടെ സ്ഥലം? എവിടെയാ? കരിനച്ചി. എത്ര വയസ്സായി? 27. എന്താ അസുഖം? എന്താ അസുഖം? മൂത്രം ഒഴിക്കില്ല. മൂത്രത്തെ എല്ലാവരും ഒഴിക്കുന്നല്ലേ? അങ്ങനെയല്ല, രാത്രിയില് മൂത്രം ഒഴിക്കണം. മൂത്രം ഒഴിക്കാതെ രാത്രിയില് മൂത്രം ഒഴിക്കാന്ന പ്രശ്നമല്ലേ രാത്രിയിൽ? അതല്ല സാറേ, ഉറക്കത്തില്. ഉറക്കത്തില് ബെഡിൽ മൂത്രം ഒഴിക്കുന്നുണ്ടോ?
ബെഡിൽ മൂത്രമൊഴിക്കും. അയ്യോ അത് വലിയ പ്രശ്നം. അതെപ്പാ തുടങ്ങിയപ്പോഴാ? സാറേ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം പ്രശ്നമുണ്ട്. അപ്പൊ ഉണ്ടല്ലേ, കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇത് തുടങ്ങിയത്. തുടങ്ങി സാറേ. അപ്പൊ അതിന്റെ ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാലേ, ഇപ്പൊ തൽക്കാലം നമുക്കൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ കിടന്നപ്പോഴാണ് ഇപ്പൊ ഇത് ഇങ്ങനെ മൂത്രമൊഴിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പ് ഇങ്ങനത്തെ പ്രശ്നമില്ല. മുമ്പ് പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്യും, തൽക്കാലം ഒന്ന് കുറച്ച് ദിവസം ഒന്ന് മാറി കിടന്നു നോക്കിയാലോ. ഈ പ്രശ്നം തുടങ്ങിയതിന് ശേഷം ഒക്കെ മാറിയ കിടത്താം. ഓ അതിനുശേഷം പിന്നെ അവള് അടുത്ത് കിടക്കുന്നില്ല? ഇല്ല, അടുത്ത് കിടത്തണില്ല, അവളെ വീട്ടിൽ പോകാൻ പറ്റണില്ല. ഭയങ്കര പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ ഇതിന് പ്രത്യേകിച്ച് ഒരു മരുന്ന് തരാനില്ല. എന്നുവെച്ചാൽ മൂത്രം പോവാത്തതിനാണെങ്കിൽ നമ്മൾ മരുന്ന് കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ നന്നായിട്ട് മൂത്രം പോകും. ഇത് മൂത്രം പോവാണല്ലോ. ഇതിപ്പോ എന്താ വെച്ചാല് ഒന്നുകിൽ റബ്ബർ ബാൻഡ് ഇടേണ്ടി വരും. അതിപ്പോ എന്തായാലും റിസ്ക് ആണല്ലോ. അപ്പൊ ഒരു കാര്യം, എപ്പോഴാണ് ഇത് മൂത്രം പോകുന്നത് ഏകദേശം ടൈം അറിയാം? ഏകദേശം ഒരു വെളുപ്പിന് 4 മണി ആ സമയത്തൊക്കെ. 4 മണി കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ? 4 മണി കഴിഞ്ഞിട്ടാണ്. 4 മണി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതുവരെ പ്രശ്നം ഉണ്ടാവില്ല? അതുവരെ പ്രശ്നമില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഞാൻ ഇതിലൊരു മരുന്ന് തരാം. അത് കൂടാതെ ഈ 4 മണി കഴിഞ്ഞിട്ടാണ് പോണേ. അപ്പൊ നിങ്ങള് 4 മണിക്ക് അലാറം വെക്കുക. 4 മണിക്ക്. 4 മണിക്ക് ഈ 4 മണിക്ക് അലാറം വെച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഉറങ്ങിയാലും അവിടെ മൂത്രം വയ്ക്കുക. അതെ അതെ. അപ്പൊ ഇന്ന് 4 മണിക്ക് എണീറ്റാൽ മതി. പ്രശ്നം കഴിഞ്ഞു. ഈ മരുന്ന് കഴിച്ചോട്ടോ. ഓക്കെ, ശരി ശരി. എന്തെല്ലാം രോഗങ്ങളാണ്. ഡോക്ടറില്ല ഇവിടെ? ഹലോ, ഡോക്ടറില്ല ഇവിടെ? ആ പോക്കർ തന്നെയാ. പോക്കരോ? പോക്കരും മയമോന്നല്ല, ഡോക്ടറില്ല ഇവിടെ. പോക്കരൻ എന്റെ പേര് എങ്ങനെ മനസ്സിലായി? ചെവി കേക്കാത്ത പോക്കനാ തോന്നുന്നു. ഹലോ, ചെവി കേക്കൂലേ? ചെവി കുറച്ചൊക്കെ കേട്ടീരി. ആ, ഇവിടുത്തെ മരുന്ന് കൊടുത്തപ്പോ പറ്റ കേക്കാതെയായി തന്നെ. ആ അടച്ചോനെ പെടുവോ? ഭർത്താവ് വരുമോ? ആ അത് വരെ. ആ സാറേ, അല്ല എങ്ങനെയുണ്ട്? ഇന്നലെ മരുന്നൊക്കെ കഴിച്ചില്ലേ? മരുന്ന് കഴിച്ചറിഞ്ഞാൽ ഇതൊക്കെ എപ്പോഴൊക്കെയാ കുടിച്ചേണ്ടിയെന്നില്ല ഞാൻ മറന്നുപോയി. നിങ്ങൾ ഇത് എപ്പോഴൊക്കെയാ പറഞ്ഞില്ല? ഞാനത് കറക്റ്റ് ചീട്ടിൽ എഴുതിയതല്ല. മെഡിക്കൽ സ്റ്റോർ നിങ്ങൾക്ക് മരുന്ന് തന്നപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓയായ്മ എഴുതിയിട്ട് കാര്യമുണ്ടോ? ഞമ്മക്കത് വായിച്ചാൻ തിരിയണ്ടേ? എന്തൊരു കഷ്ടം. ഇത് ഈ നീല കളറിലുള്ളതേ, ഇത് 3 നേരം. ഈ മഞ്ഞ കളറിലുണ്ടല്ലോ, അത് 2 നേരം. അപ്പൊ നിങ്ങൾ ഭാര്യനോട് നോക്കി പറഞ്ഞോളായിരുന്നു. ഭാര്യക്കും തിരിയില്ലാന്ന്. ഓളൊക്കെ 1ാം ക്ലാസ് തന്നെ പോയിട്ടില്ല. എന്താ ചെയ്യാ? ഇത് മരുന്ന് കഴിക്കണ്ട, നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവരൊക്കെ ചോദിക്കണം. അത് പോട്ടെ, ഇന്നലത്തെ പിന്നെ ടെസ്റ്റിംഗ് ഒക്കെ ഞാൻ പറഞ്ഞതല്ലോ. ടെസ്റ്റിംഗ് ഒക്കെ നടത്തിയിരിക്കണം. ഇതാ, ഇത് DCG ആണ്. ECG അല്ല, ECG. ഇത് ഞാൻ എടുക്കാൻ പറ്റില്ലല്ലോ. ഇത് നിങ്ങൾ എടുക്കാൻ പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഏതായാലും ആ ബൈക്ക് പോവല്ലേ. അപ്പൊ ഞാൻ അതുമാണ് കടന്നോട്ടെ. ഇനിയിപ്പോ എന്തായാലും മാറി. ഇതിന് കുഴപ്പമൊന്നുമില്ല. ഉസാറല്ലേ? മറ്റേ റിസൾട്ട് എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. ഇത് നിങ്ങൾ പുതിയ വാങ്ങിയോ? അതെന്താണ് താൻ അങ്ങനെ ചോദിച്ചു? ഞാൻ ഇന്നലെ ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനല്ലേ, അതിന്റെ സഞ്ചിയില് എങ്ങനെയോ മറന്നിട്ട് കൊണ്ടേക്കണ്. നാളെ മൂത്രം കൊണ്ടുവരണേ. ആയിക്കോട്ടെ. അടുത്തോളം വിളിക്കാം. ആയിക്കോട്ടെ സാറേ, ഞാൻ പോയി. താൻ കൊണ്ടോ? വെറുതെ ഇന്നലെ ഞാനിത് എത്ര ഞാൻ തെരഞ്ഞെന്നോ. ഇന്നലെ പുതിയത് വാങ്ങിച്ചാണിത്. വാങ്ങിച്ചില്ലേ? ഇപ്പൊ ഇത് കൊണ്ടോണ്ടോ? ഏതായാലും കൊണ്ടേത് നല്ലൊരു ഉപകാരത്തിൽപ്പെട്ടു. അതെന്താ? വൈകുന്നേരം ചാടിന് ഭയങ്കര പനി. ഞാൻ ആ സാധനമൊക്കെ പാടെ കൗത്തിലാണ് ചിറ്റി കൊടുത്ത് ആട് സുഖമായിട്ട് ഉറങ്ങി. ഒരു കുഴപ്പം. ഈ സാധനം നീ അതിന്റെ കഴുത്തിൽ ചുറ്റി? ചിറ്റി നശിപ്പിച്ചോ? നശിപ്പിച്ചാനെന്താ, ആ ഒരു കുഴപ്പമില്ല. അതെവിടെ സാധനം? ഞാൻ നേരം വെളുക്കുമ്പോ കൊണ്ടുവരണം എത്തിയതാ, പക്ഷെ കൊണ്ടുവരാൻ മറന്ന്. എന്താ മറവിയാണപ്പാ. അത് പോട്ടെ. ഇന്ന് ഞാൻ ഇന്നലെ രാവിലത്തെ വെറും വയറ്റില് മൂത്രം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. അതവിടെ? മൂത്രല്ല, മലം. മലം ഇതെടുക്കണം, അങ്ങോട്ട് മാറ്റിക്കൂടാതെ. തന്നോടാണ് മലം കൊണ്ടുവരാൻ പറഞ്ഞേ. അതെന്താ ഇങ്ങനെ കൊണ്ടുവരണം? ഞാൻ മലാണ് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞേ. ഇതെടുക്കണം. എന്താ ആരുടെ മലൊക്കെ ഇങ്ങനെ കൊണ്ടുവരാ? ഇതൊക്കെ കൊണ്ടുവന്ന ഇടങ്ങേറ് വല്ലതും നിങ്ങൾക്ക് അറിയോ? ഞാൻ ഇന്നലെ പഴഞ്ചാക്ക തിന്നീനി. അപ്പൊ അറിയാതെ 2 കുരു പോയി ഉണങ്ങി. ഇനിയിപ്പൊ നിങ്ങളത് ടെസ്റ്റ് ചെയ്യുമ്പോ ഞാൻ അതിലൊരു ബുദ്ധിമുട്ട് വേണ്ടായിട്ട് അതൊക്കെ ചിക്കിച്ച് കഴിഞ്ഞാൽ ആ കുരുവൊക്കെ അതിന് ഒഴിവാക്കിയാണ്ട് അങ്ങനെ മാറ്റിയെടുത്ത് കൊണ്ടുവന്നാ ഇപ്പോഴും കൂടി മാസനം എന്റെ ദൈവമേ, ഞാൻ ഇന്ന് രാവിലെ ആരെയാണോ കാണേണ്ടത്?
നീ പോയില്ലേ സാറേ ഏതായാലും ഇപ്പൊ ഇത് ഞാൻ കൊണ്ടുവന്നേ ഇതിന്നൊരു ലേസ് എടുത്ത് നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തളി അതല്ല മലവും മറയും തമ്മിൽ എന്താണ് ബന്ധം? നീ ഇതൊന്ന് കൊണ്ടൊന്ന് വിട്ടുപിടിക്കണ. എന്തേലൊക്കെ ഉണ്ടാവും ഇതില് നോക്കി ഒന്ന് വിട്ടുപിടിക്കുന്നത്. എന്താ നിങ്ങളെ കഥ? നിങ്ങളിങ്ങനെ പറയണ്ട നിങ്ങള് തോറിലുള്ള ചന്തിയകലും ഇല്ല നീ പോകുന്നുണ്ടല്ലോ ഞാൻ പോയിക്കാണിങ്ങള്